നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം മുഖംമൂടികളുണ്ട്. ഓരോ ഫേക്ക് അക്കൗണ്ടുകളും ചിലപ്പോൾ ചില കുടുക്കുകളായി മാറുന്നത് നിമിഷ നേരം കൊണ്ടാണ്. ചില മനുഷ്യരുടെ മറ്റൊരു മുഖം കാണുവാൻ സാധിക്കുന്നത് തന്നെ ഇത്തരം ഫേക്ക് അക്കൗണ്ടുകൾ തന്നെയാണ്. കാരണം അത്തരത്തിലൊരു വാർത്തയാണ് പ്രവാസികൾക്കായി പ്രവാസ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. വാർത്തയിലേക്ക്. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്കാണിത്. നൈമിഷികമായ മോഹവലയത്തിൽ വീഴുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണം. പണി വഴിയേ വരുമെന്ന് ഓർക്കണം. സോഷ്യൽ മീഡിയകളിലൂടെ പരസ്ത്രീകളുമായി ഭർത്താവിന്റെ സല്ലാപം കൈയോടെ പിടിച്ച ഭാര്യയ്ക്ക് അബുദാബി കുടുംബ കോടതി വിവാഹമോചനം നൽകി. ഒടുവിൽ ഭാര്യ തന്നെയാണ് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് ഭാര്യ ഭർത്താവിനെ കുടുക്കിയത്. ഭാര്യയാണെന്നറിയാതെ യുവതിയോട് ഇയാൾ ചാറ്റ് ചെയ്യുകയും ഒരുമിച്ച് തങ്ങാൻ ക്ഷണിക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് കുടുംബ കോടതിയെ സമീപിച്ച 30 വയസ്സുകാരിയായ യുവതി ചാറ്റിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുകയും ചെയ്തു. യുവതിക്ക് കോടതി വിവാഹമോചനവും അനുവദിച്ചു. വിവാഹമോചനം മാത്രമല്ല, യുവതിക്ക് വീട് വെച്ചു കൊടുക്കണമെന്നും പ്രതിമാസ ചിലവ് തുക നൽകണമെന്നും യുവാവിന് കോടതി നിർദ്ദേശവും നൽകി. 2 വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത്. ഇവർക്ക് 6 മാസം പ്രായമായ ആൺകുട്ടിയുണ്ട്. ഭർത്താവിനെ പരസ്ത്രീകൾക്കൊപ്പം കണ്ടതായി സുഹൃത്ത് യുവതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ജോലിയിലാണെന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയകളിൽ ചിലവഴിക്കുന്ന യുവാവ് ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരാതിരിക്കുന്നതും കൂടി പതിവായതോടെയാണ് യുവതി കാര്യമായി അന്വേഷിച്ചത്. തുടർന്നാണ് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഭർത്താവിന്റെ സൗഹൃദ ഇടത്തിൽ കടന്നുകൂടുകയും ചെയ്തത്. ഒരു ദിവസം രാത്രി ഭർത്താവുമായി TV കാണുന്ന സമയത്ത് ഭാര്യ തന്റെ വ്യാജ അക്കൗണ്ട് വഴി ചാറ്റിംഗ് ആരംഭിച്ചു. ഇതിൽ നിന്നായി പ്രതികരിച്ച ഭർത്താവിന്റെ പ്രതികരണങ്ങൾ അടുത്ത റൂമിൽ നിന്ന് ഭാര്യ നിരീക്ഷിച്ചു. ഒടുവിൽ ഡേറ്റിംഗ് നടത്താൻ ഭാര്യ നിർദ്ദേശം വച്ചപ്പോൾ അതിന്റെ സമയവും തീയതിയും അയാൾ ഭാര്യയോട് പറഞ്ഞു. ഇതോടെ ഭാര്യ ഇയാൾക്ക് മുന്നിലെത്തി ഇയാളോട് എല്ലാം വെളിപ്പെടുത്തി. പിന്നീട് കോടതിയിൽ ഈ ചാറ്റിംഗ് വിവരങ്ങളടക്കം തെളിവായി നൽകുകയായിരുന്നു. ഇത് പ്രവാസികൾക്കൊരു പാഠമാകട്ടെ. ചിലപ്പോൾ നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.